സിംഗിൾ ആണ്, സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ. എക്സ്ക്യൂസ് മീ, എല്ലാം ദുരന്തമായി പോയി. ഐ മീൻ കുറെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് സോ ഒബ്വിയസ്. റിയാസ്, ഡെയ്സി ആൻഡ് അലസാൻഡ്ര, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ട്, ഈ പബ്ലിക്കിന്റെ അടുത്തൊക്കെ പോയിട്ട് ഒപ്പീനിയൻ ചോദിക്കുന്ന കുറെ വീഡിയോസ് കണ്ട്. അപ്പൊ അതിൽ കുറെ പാരന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി ഓഡിയൻസ് കുറെ പേര് പറയുന്നുണ്ട്, ഇതൊരു ഈ പ്രാവശ്യത്തെ സീസൺ ഒരു ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നില്ല, കുട്ടികൾ കേൾക്കേണ്ടാത്ത കുറെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെയൊക്കെ കുറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ തന്നെയാണോ ഇപ്രാവശ്യത്തെ സീസൺ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ല, എല്ലാ സീസണിന്റെ അകത്തും ഈ വക വാക്കുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് കൂടുതലാണ്. ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നില്ലേ, ആൾക്കാർ ഇങ്ങനെ സിനിമ കാണുന്നില്ലേ? ചുരുളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ, അതെ ചോദിക്കുന്നത് നമ്മള് എന്തോ ഒരു ഫിലിം കാണുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നതും കുടിക്കുന്നതൊക്കെ കാണുന്നില്ലേ? പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇപ്പൊ അത് മനുഷ്യപോലെ അഭിനയിക്കുന്നത്. റിയാലിറ്റി ടിവി ഷോ മൂവിയിൽ നമുക്കറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല. ആൾക്കാർ. പ്രോബ്ലം ഇസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോവിന് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്, അത് ഈ ഷോന് ഈ സീസൺ ക്ലിയർലി ഇല്ല എന്നുള്ളത് വെരി ക്ലിയർ. ഇറ്റ്സ് എ വെരി ബാഡ് ഇൻഫ്ലുവൻസ് ഫോർ ദ കിഡ്സ് ഓൾസോ. ലൈക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ ഫ്രസ്ട്രേഷൻ ആണ്, ഗെയിം ആണ്, പക്ഷെ കുറെ കുട്ടികൾ കണ്ടോണ്ടിരിക്കുന്ന അവർക്ക് ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഞാൻ ഈ സീസൺ അഗെയിൻസ്റ്റ് പറയുന്നതല്ല, ഈ സീസൺ എനിക്ക് ഓക്കെ, പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ബിക്കോസ് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയാസ് എന്തോരം യൂസ് ചെയ്യുന്നുണ്ട്. ഹൗ ഇല്ലേ, പണ്ടത്തെക്കാളും കൂടുതൽ യൂത്ത് കിഡ്സ് ഒക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. യു ഹാവ് നോ ഐഡിയ. ഇവിടെ തന്നെ എത്ര വൃത്തികെട്ട സൈറ്റുകളും പേജുകളും പല പേരുകളിൽ ലൈക്ക് 18+ പേജുകളുണ്ട്. അതിന് താഴെ വന്ന കമന്റ് കാണുന്നുണ്ടോ? നമ്മുടെ ആക്ട്രസിന്റെ ആണെങ്കിലും എന്റെ ഒക്കെ എത്ര ഫോട്ടോസ് വന്നിട്ടുണ്ടെന്ന് അറിയാം, അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഇത് വലിയ ചേട്ടന്മാരെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. ഞാൻ കണ്ടുപിടിച്ച ആൾക്കാരുണ്ട്, കിഡ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ വളരുന്ന എല്ലാ പിള്ളേരും നല്ല അച്ചടക്കത്തോടെയും നല്ല സൽസ്വഭാവത്തോടെയും വളർന്ന കുട്ടികളാണ്. ഇത് കണ്ടതിന്റെ പേരിൽ അവരങ്ങ് നശിച്ചു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അവർ അതിനേക്കാൾ നശിച്ചിരിക്കുവാണ് എന്നാണ് എന്റെ ഒരു പോയിന്റ്. കുറച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ എനിക്ക് അങ്ങനെയല്ല. സോ ഐ എം സേയിങ് ദാറ്റ് പാരന്റ്സ് ഇത്രയും കെയർഫുൾ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനോട് കെയർഫുൾ ആയി കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി ഗുഡ് തിങ് എന്ന് പറയുന്നുള്ളൂ. അവർ ഫോണൊക്കെ ചെക്ക് ചെയ്യും, എത്ര ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ നോക്ക്, ഇവർ ചാറ്റ് ചെയ്യുന്നതും സെർച്ച് ഹിസ്റ്ററി നോക്ക് അല്ലേ. അപ്പൊ അതാണ് എല്ലാം ചെക്ക് ചെയ്യും. അത് ഇഫ് യു ആർ ലൈക്ക് റിയലി കൺസേൺ അബൌട്ട് എന്റെ പിള്ളേരെ. അവരത് പറഞ്ഞത് ഷോനെ ക്വാളിറ്റി അല്ലെങ്കിൽ പിള്ളേരെ ഇൻഫ്ലുവൻസ് ആവുന്നത് നമുക്ക് കാണുമ്പോ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ ആ ഒരു പോയിന്റിൽ ഓക്കെ ഇൻഫ്ലുവൻസ്ഡ് കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് പറയുന്നതാണ് ഞാൻ അഗെയിൻസ്റ്റ് നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് ഇപ്പൊ നമുക്കറിയാം എന്താ ചെയ്യുക. ഞാൻ ഈ റീസെന്റ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ഇറ്റ് വാസ് ലൈക്ക് ഫുൾ ഓഫ് ട്രോൾസ്. 15 വയസ്സുള്ള കുട്ടികൾ ഐ യൂസ്ഡ് എ വേർഡ്. കാരണം 15 വയസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമന്റ് സെക്ഷനിൽ ബുള്ളി ചെയ്യുന്നതും എല്ലാം ഈ കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാവരും അങ്ങനെ എല്ലാവരും നല്ല പറയുന്നത് മെജോറിറ്റി. ഒബ്വിയസ്ലി ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് പറഞ്ഞതും റിലേറ്റ് ഞാൻ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണ്. ദാറ്റ് വാസ് ഇൻ എ ജനറലൈസേഷൻ. നമ്മളൊരു കോണ്ടെക്സ്റ്റ് സംസാരിക്കും, എസ്പെഷ്യലി ചിലപ്പോൾ ഒരു 1 hour ഉള്ള പോഡ്കാസ്റ്റില് കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതെ കട്ട് ചെയ്ത് ജനറലൈസ് ചെയ്ത് കാണിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് നമ്മളെ തെറി വിളിപ്പിക്കാൻ. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൾക്കാരെ ലൈക്കിനോ ഇങ്ങനത്തെ പേജ് ഉണ്ടാക്കിയതിനും അല്ലെങ്കിൽ എനിക്ക് ടാഗ് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നത് കുട്ടികൾ തന്നെ. നമ്മുടെ അച്ഛന്റെ പ്രായമുള്ള കുറെ അങ്കിൾമാര് വരെ നമുക്ക് അറിയാലോ. ഇവര് വരുന്നതെല്ലാം എനിക്കും വരും. ഐ മീൻ എല്ലാം 2 പ്ലേറ്റ് ആയിരിക്കും. ഇവന്റെ കൂടെ ഇന്ന് ഞാൻ സ്റ്റോറി ഇടുന്നു, അപ്പൊ എനിക്കും ഇവന് കിട്ടുന്ന അതിക്കും മേലെ എനിക്ക് കിട്ടും. കമന്റ്സിലായാലും ഭയങ്കര. കാരണം ഞാൻ ഇവന്റെ കൂടെ നടക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ദുബായിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ തെരുവിൽ നിന്നു. എന്റെ ഭാഗ്യത്തിന് ഇവനെ പോലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് എന്നെ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എന്റെ തെരുവിൽ നിന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചാല് എനിക്ക് കുറച്ച് ക്രിഞ്ച് കടിക്കാറുണ്ട്, പിന്നെ എന്താ എനിക്ക് തോന്നാറുണ്ട്. ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ആ ഷോ കാണായിരുന്നു. നമ്മൾ ഇന്ന് ആ പോഡ്കാസ്റ്റ് പോലും വൈൻഡ് അപ്പ് ചെയ്തു. ബിക്കോസ്
ആ ക്വാളിറ്റിയുള്ള കോണ്ടന്റ് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. കാരണം ഞാൻ ബിഗ് ബോസ് എന്ന ഷോന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര എഡ്യൂക്കേഷണൽ സാധനമൊന്നും അല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് കാണുന്നത് ഒബ്വിയസ്ലി. പക്ഷെ സ്റ്റിൽ അവിടെ നടക്കുന്ന കോണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ വരുന്ന കണ്ടസ്റ്റന്റിന് ക്വാളിറ്റി ഉണ്ടാവണം. ട്രൂലി സീസൺ 6 കോണ്ടസ്റ്റന്റിന് ക്വാളിറ്റി ഇല്ല. ഐ തിങ്ക് അവര് എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും എന്താ പറയാ അങ്ങനെ അല്ല, അറിയില്ല ഇവരാരാന്ന് പോലും നമുക്ക് അറിയത്തില്ല. കുറെ നമുക്ക് അറിയാത്ത പുതിയ ഫേസസ് ഉണ്ടെന്ന്. ആകെ എനിക്ക് തോന്നുന്നു ആക്ട്രസ് ചേച്ചി ഉണ്ടായിരുന്നില്ലേ, ചേച്ചി അപ്സര, ഇവരെ അല്ലാതെ വേറെ ഞാൻ പിന്നെ സീരിയലുള്ള ആൾക്കാരൊന്നും ഞാൻ സീരിയൽ കാണാത്തൊന്നും അറിയില്ല. പക്ഷെ വേറെ ആരാ ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയുന്നത് ബിക്കോസ് ഫ്രണ്ട്സ് സിൻസ് ലോങ് ടൈം. ഓക്കെ, വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയ ഒരാളാണ് അഭിഷേക് എസ്. യെസ്, ഞാൻ പേര് ക്ലിയർ ആയി പറയുന്നു, അഭിഷേക് എസ്. പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതൊരു കമ്മ്യൂണിറ്റീനെ ഫുൾ എഫക്ട് ചെയ്യുന്ന, ഇപ്പൊ എനിക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ്, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സ് അതിനെ എഫക്ട് ചെയ്ത് വിഷമിച്ചിരുന്നിട്ടൊക്കെയുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്. പക്ഷേ ആ പുള്ളിക്കാരൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ കുറച്ച് വ്യക്തികളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും, കുറച്ച് വ്യക്തികളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും, കുറച്ച് വ്യക്തികളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പുള്ളിക്കാരൻ അങ്ങനെ, ഞാൻ ശരിക്കും കേട്ടില്ലോ ആ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ഡേ വന്ന ദിവസം കുറെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അതിന്റെ പറഞ്ഞു, കുറച്ച് ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഷോയില്. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഷോ, ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തെറ്റല്ലേ? തീർച്ചയായിട്ടും. സോ ദാറ്റ് ഇസ് ദ പോയിന്റ്. ഒന്നാമത്തെ കാര്യം, കുറച്ച് ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. കൂടെയുള്ള ഒരു there was a gay boy who came along with him. സോ പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ, പുറത്ത് വളരെ മോശമായ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും എഫക്ട് ചെയ്യുന്ന, മോശമായിട്ടുള്ള ട്രാക്കിൽ വിടുന്ന കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പർ ആയത് കൊണ്ട് ഐ എം നോമിനേറ്റിംഗ് ഹിം എന്നാണ് പറഞ്ഞത്. അത് പിന്നെ വളച്ചൊടിച്ച് പല പ്രോബ്ലം ഇസ്, ഇപ്പം അഭിഷേകിനെ പോലുള്ള അത് പറയുന്നത് പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷെ അഭിഷേകിനെ പോലുള്ള അത് പറയുന്ന ഇൻഹ്യൂമൻ ആയിട്ടുള്ള, ഇൻകൺസിഡറേറ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ നമ്മൾ ഡെയിലി എൻകൗണ്ടർ ചെയ്യുന്നതാണ്. ദ പ്രോബ്ലം ഫോർ മീ ഇസ്, അങ്ങനെ ഒരാളെ അങ്ങനെ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നതാണ്. കാരണം ഇപ്പൊ ഹിന്ദുത്വത്തിനെതിരെ സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് കോമന്റ്സ് പറയുന്നതോ അല്ലെങ്കിൽ BJP-നെതിരെ സംസാരിക്കുന്ന ഒരാളെ ഷോയിലേക്ക് അവർ കൊണ്ടുവരത്തില്ല. കാരണം അറിയാം, കൊണ്ടുവന്നാല് സെറ്റ് നാളെ കത്തുമെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഞാൻ പറഞ്ഞ ഈ റിലീജിയനും ഈ പൊളിറ്റിക്സും എല്ലാം ജനിച്ചു കഴിഞ്ഞ് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ എന്നൊക്കെ പറയുന്നത് അവരുടെ DNA-നുള്ളിലുള്ളതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ ഒരാളെ നിങ്ങൾ ഷോയിലേക്ക് കയറ്റിവിടുന്നത് പ്രോബ്ലമാറ്റിക് ആണ്. ഈ അഭിഷേകൻ ഓൾ ആർ പീപ്പിൾ ഹു മേക്ക് ഫേക്ക് അക്കൗണ്ട്സ്, പുള്ളിക്കാരൻ അഡ്മിറ്റ് ചെയ്ത സ്റ്റോറീസ് ഉണ്ട്. എന്നിട്ട് എന്റെ ഉൾപ്പെടെ ലോട്ട് ഓഫ് പീപ്പിൾ, ആൾക്കാരെ, സ്ത്രീകളെയും ക്വീർ വ്യക്തികളെയും ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ നമ്പർ ഓഫ് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഓഫ് ക്വീർ പീപ്പിൾ ഫൈൽഡ് എ കംപ്ലൈന്റ് ഇൻ ഹൈക്കോർട്ട്. ഈ ഫുൾ അക്കൗണ്ടും ബാൻ ചെയ്യിപ്പിച്ചാണ്. അങ്ങനെയുള്ള ഒരാളാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരെ ഷോയിലേക്ക് കൊണ്ടുവരുന്നത് ഇറ്റ്സെൽഫ് ഇസ് എ വെരി ബാഡ് തിങ്. ഡു യു തിങ്ക് ഇത് ഒരു പേർപ്പസ്ഫുള്ളി അയാളെ, കാരണം ബിക്കോസ് നമ്മൾ ഒരാളെ ഷോയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യുമല്ലോ, ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ ഷോ ആണ്. അപ്പം പർപ്പസ്ഫുള്ളി കയറ്റിയതാണ് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. വേറെ ഒരു ഏരിയയിലും ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുന്ന ഒരാളല്ല അഭിഷേക്. ഇത് ഒരേ ഒരു റീസൺ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെയുള്ള കോംബോ, അതായത് നമ്മൾ ഒരു ദിവസം ഒരു 3 പ്രൊമോ വരുന്നുണ്ടെങ്കിൽ 2 പ്രൊമോയിലെങ്കിലും നമ്മൾ കാണുന്ന ഒരു കോംബോ ആണ് ജാസ്മിൻ ഗബ്രി കോംബോ. അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ, അല്ലെ? ജബ്രി, യെസ്, ജബ്രി, ചപ്രി. അവർക്ക് ബിഗ് ബോസ് ഒരു ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെഗറ്റീവ് ആണെങ്കിലും, ഇപ്പൊ കൂടുതൽ നെഗറ്റീവ് ആണ് അവരുടെ ഒരു കോംബോക്ക് കേൾക്കുന്നത്. പക്ഷെ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിലധികം, ചിലപ്പോൾ അവർ അർഹിക്കുന്നതിലും അധികം നെഗറ്റീവ് അവർക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അത്രയൊന്നും നെഗറ്റീവ് പറയാൻ അവരവിടെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അത്, എനിക്ക് പേഴ്സണലി തോന്നുന്നു ബിഗ് ബോസ് അത് ഭയങ്കര ഓവർ ഹൈപ്പ് ആ ഒരു കോംബോക്ക് കൊടുക്കുന്നു. ഒരു ദിവസത്തെ ഫുൾ ഷോയില് പകുതിയിലധികം ചിലപ്പോൾ അവരെ കാണിക്കുന്നു. അപ്പം ആളുകൾ വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ നമുക്ക് പറയാനും പറ്റില്ല. അതും ആയിരിക്കാം സ്വാഭാവികം. അല്ല, വേറെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കാണിക്കാം. ആക്ച്വലി ഇങ്ങനത്തെ ഒരു, അതായത് ഇപ്പൊ ജബ്രി ആൻഡ് ജാസ്മിൻ, ജബ്രി എന്ന് പറയാം, ജബ്രി
ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനു മുന്നേ ഐ തിങ്ക് പേളിയുടെ സീസണിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആൻഡ് അവര് സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ലൈഫ് കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ ഇപ്പോഴും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തില് പക്ഷെ സംശയിക്കട്ടെ, ആ സമയത്ത് അവർ കാണിക്കുന്ന സമയത്ത് പുറത്തുള്ള ഓഡിയൻസിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഹി ടോൾഡ് ഹി വാണ്ട് ടു മാരി പേളി. അത് അവസാനമായിട്ടല്ലേ പറഞ്ഞത്? എന്നാലും ആദ്യം പറഞ്ഞപ്പോൾ ഓർഗാനിക് ആയിരുന്നു. ഇത് ഫേക്ക് ആണോ എന്നുള്ള മാത്രമല്ല പ്രശ്നം, ഇത് വൺ പേഴ്സൺ ഈസ് കമ്മിറ്റഡ്. വൺ പേഴ്സൺ ഈസ് ഓൾറെഡി കമ്മിറ്റഡ്. അപ്പം അത് പുറത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ we get attracted to people, but if you are committed you should stop that thought. അത് ഞങ്ങള് ഇപ്പൊ എനിക്കൊരാൾ ഇഷ്ടമാണെന്നുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞ ഒരു ലവ് ട്രാക്ക് പിടിച്ച് അങ്ങനത്തെ ഒരു സംഭവത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവര് സത്യം പറഞ്ഞ ഞങ്ങള് സംസാരിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം തന്നെ, ലവ് ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ തന്നെ പേളി ആൻഡ് ശ്രീനിഷിനെ പോലെ പിടിച്ച് പുറത്ത് വന്ന് നിനക്ക് കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിനെ വേണം. ലവ് ട്രാക്ക് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നും ഞാനും ചെയ്യില്ലാന്ന് പറഞ്ഞു പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസ് ഇസ് വെരി ഡിഫറെന്റ്. നിങ്ങൾ പുറത്തിരുന്ന ഓഡിയൻസിന് ഒന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് വെരി ഡിഫറെന്റ്. പക്ഷെ ഞാൻ ഗബ്രീനെ ഫേവർ ചെയ്തോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ജാസ്മിൻ അത് ചെയ്ത് പറയുന്നതല്ല. മേ ബി അത് ശരിക്കുള്ള ജെനുവിൻ ഇതായിരിക്കാം, നമുക്കറിയില്ല എന്ത്. കാരണം ഈ എഡിറ്റ് ചെയ്ത് വരുന്നത് ഇപ്പൊ ലൈവ് ആയാലും എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അവരുടെ ശരിക്കുള്ള എന്താണ് അവർക്കുള്ളത് എന്നുള്ളത് അവർക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല. ബിക്കോസ് ദേ ആർ കൺഫ്യൂസ്ഡ്. പിന്നെ ഏഷ്യാനെറ്റ് കാണിച്ച് ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആവുന്നത് ഇരിക്കുമ്പോൾ അവർക്കുള്ള കണ്ടന്റ് മൊത്തം ഇവരാണ്. പുറത്ത് അവിടെ വേറെ ആൾക്കാർ വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നു. ശരി, ബിഗ് ബോസ് ഇത്രയും കാണിച്ചില്ലായിരുന്നു ചിലപ്പോൾ ഇത്ര ഹേറ്റഡ് ഒന്നും വരാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിന്റെ സെക്കൻഡ് സീസണിലല്ലേ അലസാൻഡ്ര ഉണ്ടായിരുന്നത്? അത് കൊറോണ ഞാൻ ജസ്റ്റ് എന്റെ ഒരു ക്യൂരിയോസിറ്റിന് പുറത്ത് ചോദിക്കാം. അതിന്റെ അകത്ത് നിന്നിരുന്നപ്പം അലസാൻഡ്ര അല്ലാതെ വേറെ ആരായിരിക്കും വിന്നർ ആവാൻ? കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളായിരിക്കും വിന്നർ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആരും വിന്നർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ അകത്തേക്കൊന്നും പോകത്തില്ലല്ലോ. അപ്പം അലസാൻഡ്രയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആരായിരിക്കും BB2 വിന്നർ ആവാൻ ചാൻസ് ഉള്ള? ഐ വുഡ് സേ ആര്യ ചേച്ചി. ഇവിടെ ബംഗ്ലാവിന്റെ ആര്യ ചേച്ചി. ബിക്കോസ് എനിക്ക് തോന്നി ആ ഒരു ചേച്ചിയും തന്നെ പോലെ തന്നെ മറ്റേ ഹിന്ദി സീസൺ എല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരി ഭയങ്കര എന്താ പറയാ വേറൊരു തോട്ടിലാണ് വന്നത് ഈ ഗെയിമിനെ കുറിച്ചിട്ട്. ഷീ വോണ്ടഡ് ടു പ്ലേ ദ ഗെയിം. പക്ഷെ കൂടെ വന്ന മേ ബി കോ കണ്ടസ്റ്റൻസ് ചിലപ്പം അത്രയ്ക്കും സ്പിരിറ്റ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ എടുക്കുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ടൊക്കെയാണ് പുറത്ത് വന്നപ്പോഴേക്കും ചേച്ചി ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആയിട്ട് വന്നത്. സർവൈവർ ഇൻ റിയൽ ലൈഫ്. ഷീ ഈസ് എ സർവൈവർ. സോ അതിന്റെ ഉള്ളിലും പുള്ളിക്കാരി സർവൈവ് ചെയ്യാമായിരുന്നു. സംസാരിച്ചായിരുന്നു അല്ലെ നെഗറ്റീവ്? ഐ തിങ്ക് എന്റെ കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരെ കേപ്പബിൾ ആയിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങളുടെ സീസൺ ഏറ്റവും കൂടുതൽ ബുള്ളിങ് അനുഭവിച്ചത് ഇപ്പോഴും ഉണ്ട്. ഒരു ഗെയിം എന്ന സെൻസിൽ കണ്ടാൽ മതി. വെരി പേഴ്സണലി വി ഹാഡ് പ്രോബ്ലംസ്. പക്ഷെ ഞങ്ങളൊക്കെ അത് ഗെയിമാണ്, അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് വിട്ടിട്ടേ ഇറങ്ങി വന്ന ആൾക്കാരാണ്. സോ വെൻ യു തിങ്ക് ഫ്രം ദ ഗെയിം പോയിന്റ് ഓഫ് വ്യൂ I would say ആര്യ ചേച്ചി anything. നമ്മളിപ്പം ബിഗ് ബോസ് ഷോയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് നമുക്കറിയില്ല പുറത്ത് നമുക്ക് ഫാൻസ് ആണോ അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ആണോ, നമുക്കറിയാൻ പറ്റില്ലല്ലോ. കാരണം ആ വീക്കെൻഡ് ഷോയിൽ വരുന്ന കുറച്ച് കയ്യടിയായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളെ ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല. കൊറോണ സമയമായപ്പോഴേക്കും. അപ്പം നിങ്ങൾ ഷോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറെ ഫാൻസ് ആണ് അല്ലെങ്കിൽ കുറെ ഹേറ്റേഴ്സ് ആണ്, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിരുന്നോ? ഡെഫിനറ്റ്ലി നമ്മള് കൂടുതലും ഞാൻ നമ്മളെല്ലാരും വിചാരിക്കും ഫോളോവേഴ്സ് എത്ര കൂടി ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് അല്ലേ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ക്വസ്റ്റിന്റെ ആൻസർ പറയുകയാണെങ്കിൽ ഹേറ്റേഴ്സ് ആണോ ഫാൻസ് ആണോ ഏറ്റവും കൂടുതൽ ഉണ്ടാവും വിചാരിച്ചിരുന്നത്? എനിക്ക് ഫാൻസ് അങ്ങനെ വലിയ കാര്യമായിട്ട് വേണമെന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഹേറ്റേഴ്സും പാടില്ലായിരുന്നു എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂട്രൽ ആയിട്ട് നിന്നാൽ കുഴപ്പമില്ല. കാരണം ഫാൻസ് ഒത്തിരി ഫാൻസ് ഉണ്ടാക്കി നമുക്ക് അവർക്ക് വിൽ നോട്ട് ഗിവ് ദം പ്രോപ്പർ അറ്റൻഷൻ, ദേ വിൽ ബിക്കം അവർ ഹേറ്റേഴ്സ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ലൈക്ക് ഹാവ് ഹേറ്റേഴ്സ്. ആൻഡ് റിയാസ് എങ്ങനെയായിരുന്നു? For me, so ഞാൻ കയറിയ സമയത്ത് എനിക്ക് അറിയായിരുന്നു പുറത്ത് കുറെ ഹേറ്റേഴ്സ് ഉണ്ടാവും, which is obvious. കാരണം my existence itself is will generate a lot of hate on other people. അലസാൻഡ്ര പറഞ്ഞു ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആര്യ ചേച്ചി ആയിരിക്കാം ആ സമയത്ത് വിന്നർ ആവുമായിരുന്നെങ്കിൽ ഒരാൾ. അങ്ങനെ നിങ്ങളുടെ സീസണിൽ നിങ്ങൾക്ക് ആര്യ തോന്നിയിരുന്നേ? നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നുമല്ലോ ഇന്ന ആളാവാം, ചിലപ്പോ ആയിരിക്കില്ല ആള്. ഞാൻ ആക്ച്വലി റിയാസ് വരുന്നത് വരെ
ഞാൻ എന്തായാലും വിന്നർ ആവില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചൊരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോരും. കാരണം അത്രയൊക്കെ പിടിച്ചേക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. വിന്നർ ആവണമെന്നുള്ള ഒരു വലിയൊരു മോഹം കൊണ്ടൊന്നും ഞാൻ പോയ ഒരാളല്ല. മറ്റേ ഹിസ്റ്ററി ഉണ്ടാക്കാൻ. അതെ അപ്പം റിയാസ് വരുന്നതിന് മുന്നേ വരെ ഐ വാണ്ടഡ് അഖിൽ ടു വിൻ. പക്ഷെ റിയാസ് വന്നു കഴിഞ്ഞിട്ട് കുട്ടിയകിലാണ് കുറച്ചുകൂടി ഫെയർ ആയിട്ടും വോയിസ് റേസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. റിയാസ് വന്നേ പിന്നെ റിയാസ് ആയിരുന്നു. ആൻഡ് ഞങ്ങളുടെ സീസൺ എല്ലാവരുടെയും ഒരു അഭിപ്രായം, ഇവൻ സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ക്രൂ മെമ്പേഴ്സിന്റെ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു, റിയാസ് ആവണമായിരുന്നു വിന്നർ എന്ന്. സോ അത് അർഹിക്കാത്ത ഒരാൾക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. ഐ മീൻ അതാണ് മെയിൻ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു മോർ ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് റിയാസ് ആസ് എ ഗെയിമർ. ആസ് എൻ ഓഡിയൻസ് എനിക്കും തോന്നിയിരുന്നത് റിയാസ് ആയിട്ടായിരുന്നു. പിന്നെ ആരാ വോട്ട് ചെയ്തതൊക്കെ? അതാ ഞാൻ ചോദിക്കാൻ വന്നേ. എല്ലാവർക്കും റിയാസ് ആയിരുന്നു. പിന്നെ ടോക്സിക് ഓഡിയൻസ്. നോട്ട് ദ പോയിന്റ്. ഇപ്പൊ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ സീസൺ കൊറോണ ഓ സോറി പോയിന്റ് ഓഫ് വ്യൂല് ആരായിരുന്നു? ഞാൻ തന്നെയായിരുന്നു. നീ അല്ലാതെ I really wanted ബാക്കിയുള്ള contestants കമ്പയർ ചെയ്യുമ്പോൾ I wanted Jasmine to win the show. പക്ഷെ ജാസ്മിൻ ഇടയ്ക്ക് പോയി. I think Jasmine was too real for the show. അത്രയും റിയൽ ആയതുകൊണ്ടായിരിക്കാം ജാസ്മിൻ അവിടെ നിൽക്കാൻ പറ്റാതെ പോലും പോയത്. Otherwise I feel she's a very good human being. നമ്മുടെ എല്ലാ സീസണിലും വെച്ച് നോക്കിയാൽ ഫസ്റ്റ് വാക്കൗട്ട് ചെയ്ത് പോയി ആകെ ഒരു കണ്ടസ്റ്റന്റ് അവളാണ്. അതും നോട്ട് ഫോർ ഹെർ ഹിസ്റ്ററി, വേറൊരാളെ പുറത്താക്കാൻ വേണ്ടിട്ട് അവള്. ഇപ്പം നിങ്ങളുടെ സീസൺ കൊറോണയുടെ ഇടയിൽ നടന്നിട്ടുള്ള സീസൺസ് ആണ് രണ്ടും. അപ്പം സാധാരണ ഒരു പങ്കെടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന് ഈ വീക്കെൻഡ് വരുന്ന ക്ലാപ്സ് ആയിരിക്കും അവർക്ക് സപ്പോർട്ടാണ്. കാരണം ചില സീസണിലൊക്കെ ഇങ്ങനെ ഉള്ളില് സംസാരിക്കുന്നേക്കാം, ലാസ്റ്റ് ലാലേട്ടൻ എപ്പിസോഡിൽ നമ്മൾ ഈ പറഞ്ഞതിന് ക്ലാപ്പ് കിട്ടി അങ്ങനെ പറയണ. ലാലേട്ടൻ വരെ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് വെരി ഇൻഡയറക്ട്ലി, പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. യെസ്. അപ്പം നിങ്ങളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമുക്ക് പുറത്ത് ഹേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഫാൻസ് ആണ്, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുവോ? ഞങ്ങളുടെ സീസണിന്റെ അകത്ത് ഒരു പകുതി വരെ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം കുറച്ച് ക്ലാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി എങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾക്കാണ് ക്ലാപ്പും കാര്യങ്ങൾ വരുന്നതിൽ. ആൻഡ് ഐ ഫെൽറ്റ് അങ്ങനെ ഒരു കാര്യം ആക്ച്വലി വേണ്ടാന്ന് തോന്നി. ബിക്കോസ് അയാളുടെ ഓവർ കോൺഫിഡൻസിന് അത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തു. ഓക്കെ, ബട്ട് ഇവൻ ദോ വെൻ വി ഫെൽറ്റ്, ഞങ്ങൾക്ക് തോന്നി അയാള് ചെയ്യുന്നത് മോശമാണെന്ന് ഞങ്ങൾ പ്രതികരിക്കുമ്പോഴും ഓഡിയൻസ് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരനെ മറ്റേ കോൺഫിഡൻസ് കുറച്ചധികം നന്നായിട്ട് കൂടുന്ന പോലെയും ചെയ്യുന്നതിന് ഡബിളായിട്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിൽ ഐ തിങ്ക് ഇൻ എ വേ ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊറോണ മറ്റേ കണ്ണസുഖം വന്നുകൊണ്ട് പുറത്തിറങ്ങണ്ടേ. ആ പുറത്തിറങ്ങിയ ടൈമിൽ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും റെസ്റ്റ് വേണം, 1 വീക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്. വന്നിട്ടാണ് തിരിച്ചു പോയത്. വീട്ടിലേക്ക് വന്നു. ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു. അറിയില്ലായിരുന്നു? പുതിയ ഇൻഫർമേഷൻ നിനക്കറിയില്ലേ? ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരു 1 വീക്ക് അവിടെയായിരുന്നു, അവിടുത്തെ ഹോട്ടലിലായിരുന്നു, അടച്ചുപൂട്ടി. ഈ കണ്ണ് ഇൻഫെക്ഷൻ കൂടെ ആയതുകൊണ്ട് ഞങ്ങളുടെ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് ഞങ്ങൾക്ക് മറ്റേ ഫ്രഷ് എയർ കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒന്നും സെറ്റ് ആവുന്നില്ല. രേഷ്മയുടെ 2 കണ്ണും അഫക്റ്റ് ആയി. ഒരു കുറവില്ല. അവർ ഡെയിലി കൊണ്ടുപോകുന്നുണ്ട്. ദർ ഇസ് നോ ഇംപ്രൂവ്മെന്റ്. എനിക്ക് തോന്നുന്നു പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിനേക്കാൾ കുറച്ചും കൂടെ ട്രീറ്റ്മെന്റ് ബെറ്റർ ആയി ഫീൽ ലൈക്ക് നമ്മുടെ നാട്ടിലായിരിക്കണം എന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെയാണ് റെഫർ ചെയ്തത്. ഇവരിങ്ങനെ അടച്ചു പൂട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മാറത്തില്ല. ദേ ഹാവ് ടു ബി ഫ്രീ, ദേ ഹാവ് ടു ഹാവ് ദ ഫ്രീ എയർ ആൻഡ് ഗുഡ് വാട്ടർ. അങ്ങനെയാണ് ഞങ്ങളെ ഒരു 1 വീക്കിലേക്ക് ഞാൻ 1 വീക്കാണ് തന്നത്, 1 വീക്ക് വീട്ടിലേക്ക് വിടുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി പുറത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടിയായിരുന്നു ചെറുതായിട്ട്. വലിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നും എങ്ങോട്ട് വലിയ കാര്യമൊന്നുമില്ല. അവസരം കൊടുക്കുന്നു. ഞാൻ ഇത്രയും വിളിച്ച് പറയുന്നതൊക്കെ എനിക്ക് കൺക്ലൂഷനോട് പറയില്ലെങ്കിൽ ഞാൻ ഫുൾ ഇടാം, പറഞ്ഞോളൂ. ഇടാം, പറഞ്ഞോളൂ.
അല്ല കഴിഞ്ഞു കഴിഞ്ഞോ ഞങ്ങളുടെ സീസണില് ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ലാലേട്ടൻ വരുമ്പോ ചെറിയ ക്ലൂസ് കിട്ടും. പക്ഷെ എന്നാലും നമുക്കത് ശരിക്കുള്ളതാണെങ്കിൽ നമ്മളുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നതാണെന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ഗെയിം ചേഞ്ച് ചെയ്യാനൊക്കെ പക്ഷെ വേണ്ടിയിട്ടല്ലേ? നമ്മള് നോമിനേഷനിൽ വന്ന് നമ്മള് ആ നോമിനേഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് വോട്ട് കിട്ടി നമുക്ക് ആൾക്കാർ നമ്മളെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഒരു ചെറിയൊരു ക്ലൂ കിട്ടും. ഓക്കെ ഐ തിങ്ക് നമ്മള് പുറത്ത് അത്രയും നെഗറ്റീവ് അല്ല എന്ന് തോന്നും എന്നുള്ള സംഭവം. അതാണ് അങ്ങനെയാണ് നമുക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒരു ആരുമായിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു ബന്ധമില്ല. റിയാസിന് എങ്ങനെയായിരുന്നു? എനിക്ക് എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോ ഞാൻ കയറിയ ദിവസം മുതൽ എനിക്കറിയാമായിരുന്നു most of the content were revolving around me. I was a center of attraction. ഇനിയിപ്പം ഓഡിയൻസ് ഉണ്ടായിരുന്നെങ്കിലും ഒരു 30 പേരിരുന്ന് കൈയടിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഒരിക്കലും എന്നെ വാലിഡേറ്റ് ഇല്ല. കാരണം ആ 30 പേര് ചിലപ്പം ഒരു ടോക്സിക് 30 പേരായിരിക്കാം. ഇപ്പം രജിത് കുമാറിന് 30 പേരിന്ന് സപ്പോർട്ട് കൊടുക്കുന്നപ്പോ ഇവര് കൺഫ്യൂസ്ഡ് ആയെന്ന് പറഞ്ഞു. രജിത് കുമാർ ഇസ് എ ഗുഡ് പേഴ്സൺ? നോ, ഹി ഈസ് നോട്ട്. സോ ആ 30 അവിടെ ആയിരുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ജഡ്ജ് ചെയ്യാനും പറ്റില്ല. ആൻഡ് ലാലേട്ടൻ നമ്മളുടെ ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ഉണ്ടാവുന്ന കോണ്ടന്റ് ചർച്ചാ വിഷയങ്ങളും നമുക്ക് ക്ലിയർലി മനസ്സിലാവും എന്താണ് നമ്മുടെ ഇമേജ് എന്നുള്ളത്. അങ്ങനെ അറിയാം. ഇനിയിപ്പോ നിങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, എന്തായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്? എനിക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, സത്യം പറയട്ടെ, ജെന്യൂൻ ആയിട്ട് പറയട്ടെ. ഞാൻ വിചാരിച്ചത്ര ഹേറ്റഡ് സെക്കൻഡ് ടൈം വന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ഉണ്ടായിരുന്നില്ല. മെജോറിറ്റി ഹേറ്റഡ് ഒക്കെ മാറി സ്നേഹത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കാരണം ഒരു 50th ഡേ കഴിഞ്ഞപ്പോ കുറെ ട്വിസ്റ്റ് ഒക്കെ ഞങ്ങളുടെ സീസണിൽ സംഭവിച്ചു. വേറെ 2 എക്സ്ട്രാ ആൾക്കാർ വരുന്നു, പിന്നെ മുളക് തേച്ച് ഇറങ്ങി പോകുന്നു, പിന്നെ കൊറോണ വെച്ച് നിർത്തുന്നു, പിന്നെ അതിന്റെ ഇടയ്ക്ക് ടീമുകളാവുന്നു. ഞങ്ങളുടെ ഗെയിം മൊത്തത്തിൽ മാറി. അങ്ങനെ മേ ബി ഒരു ടീമിന്റെ ഭാഗമായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് അടങ്ങിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം പണ്ടത്തെ എന്താ പറയുക കുത്സര പ്രവൃത്തികളൊക്കെ നിർത്തി ഞാൻ കുറച്ച് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് സത്യം പറയാം ഭയങ്കര ഒരു 10% മാത്രമേ ഒരു ഹേറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഞാൻ റിയാസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ ബുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഐ വാസ് ഗോയിങ് ത്രൂ മൈ ഡിവോഴ്സ് ഓൾസോ ദാറ്റ് ടൈം. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം. ഒരു ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഞാനിപ്പം കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഞാൻ ഷൂട്ട്സ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഫീൽഡിൽ ബിഗ് ബോസിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു ഇതിൽ എനിക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഞാൻ ഉള്ളിൽ പോയപ്പം ഞാൻ എന്താ പറയാ നമ്മൾ കുറച്ചുകൂടി കണ്ണിങ് ആവും, നമ്മൾ കുറച്ചുകൂടി ഭയങ്കര എന്താ എനിക്കറിയില്ല ഞാൻ ഇത്രയും ദുഷ്ടത്തി അതെ അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പുറത്ത് വന്നപ്പോ ഭയങ്കര ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു. ഇമോഷണലി ഞാൻ ഫുള്ളായിട്ട് ഡൗൺ ആയി. അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ്ലിങ് എവറിത്തിങ് അലോൺ ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻവോൾവിംഗ് മൈ പാരന്റ്സ്. കാരണം അവരെയും കൂടെ വെറുതെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്. ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പൊ ആ സമയത്ത് എനിക്ക് എല്ലാം കൂടെ വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് എന്റെ PR ടീമാണ് എന്നെ ഒന്ന് ഇളക്കി വിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞ ഒരു 6 months ഒക്കെ ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഞാൻ പുറത്തേക്കൊന്നും പോകില്ല. എനിക്ക് മോളിലോട്ട് പോകാൻ പറ്റില്ല, സിനിമ കാണാൻ പോകാൻ പറ്റില്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ഓൾസോ ഡു വെഡിങ് ഫോട്ടോഗ്രാഫി. എനിക്ക് വെഡിങ് കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് ക്രൗഡിന്റെ അടുത്ത് പോകുമ്പോൾ പീപ്പിൾ ആർ വാച്ചിങ് മീ ലൈക്ക് ആ ഒരു സംഭവം ഇവർ എന്നെ പറ്റി നല്ലതാണോ പറഞ്ഞ് ചീത്തയാണോ പറഞ്ഞ് നമുക്കൊന്നും അറിയില്ല. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് മറ്റേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റിന്റെ പേരും പറഞ്ഞിട്ട് നീ അങ്ങനെയൊക്കെ ശരിക്കും മെക്ഡോണൽഡ്സ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്റെ PR ടീം വന്ന് എന്നെ കൊണ്ടുപോയി. അവിടെ അവരത് പേഴ്സണലി എടുക്കുക, ജസ്റ്റ് എ ഗെയിം ഷോ. കുറ്റം പറയുന്നുണ്ടല്ലോ, ഇന്നാളെ കുറ്റം പറയുന്നത്, അത് ചിലപ്പോൾ അബ്യൂസീവ് ആയിട്ടാണെങ്കിൽ പറയാ, തെറി വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ എന്താ പറയുക മാനസികമായി തളർത്തുന്ന രീതിയിലേക്കല്ലേ സംസാരിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചോ, ഈ പറയുന്നവരല്ലേ അവരെക്കാൾ എത്രയോ മോശം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. വേറെ സംഭവം നമ്മുടെ പോസ്റ്റിൽ കയറി തെറി വിളിക്കുന്ന അതേ ആൾക്കാർ ഏതെങ്കിലും മോളിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ വരും. സ്റ്റോറി ഇട്ട് നമ്മളെ ടാഗ് ടാഗും ചെയ്യും. ഞാൻ അങ്ങനെ ഒരു അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാഗ് ചെയ്തിട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട്
ഇതായിട്ട് വരുന്ന കമന്റ്സ്. കാരണം എന്റെ മമ്മിയും എന്റെ അനിയനും എന്റെ ഡാഡിയും ഒക്കെ ഇത് ഇരുന്ന് കാണുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് ഡിസേർവ് ദിസ് മച്ച് ഹേറ്റ്. ഞാൻ അവിടെ അതിന് മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല. ലൈക്ക് എനിക്ക് പറയേണ്ട കാര്യം മാത്രം ഞാൻ അവിടെ വോയിസ് റൈസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് കറക്റ്റ് ആയ സാർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ that was the thing. റിയാസിന് എങ്ങനെയായിരുന്നു? For me, hate wasn't something new. Hate എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പും. ഓക്കെ. പക്ഷേ ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം the love I received was something that I'm so much grateful for. കാരണം ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങി എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ the airport was so fucking crowded. There were a lot of people screaming for me. I was just like, still now, even ഇപ്പോഴും കുറെ ആൾക്കാർ അവിടെ ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും I know there are a lot of people who love me and I'm always grateful for that. ഇപ്പം ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ള മുമ്പത്തെ സീസണിനേക്കാളും ഈ സീസണിലാണ് മറ്റേ അവിടെ ക്യാമറയുണ്ട്, ഇവിടെ ഇരുന്ന് കുറച്ച് കണ്ടന്റ് കൊടുക്കാം, ക്യാമറ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടന്റ് കൊടുക്കാം. അവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ട്. യെസ്. അവിടെ ബിഗ് ബോസ് ഹൗസിൽ സോറി ഇല്ല പറഞ്ഞോ. ബിഗ് ബോസ് ഹൗസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മിറേഴ്സ് ഉണ്ട്. മിററിന്റെ ബാക്കിലും ക്യാമറ. പക്ഷേ എല്ലാ ക്യാമറ എപ്പോഴും ഓൺ ആയിരിക്കില്ല. അല്ലല്ല, ചേട്ടന്മാര് നിൽക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മിററിൽ കൂടെ ബാക്കിൽ ആളുണ്ട്. കേൾക്കാൻ പറ്റും. അല്ല, ഞാൻ സീസണിൽ ഞാനാ കണ്ടുപിടിച്ചത്. കാണാൻ പറ്റും. സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ സൗണ്ട് കേട്ട് ഞാൻ നോക്കിയത്. അപ്പൊ നോക്കിയപ്പോ അവിടെ ക്യാമറയും ചേട്ടൻ അപ്പൊ തന്നെ അവർ കേട്ടൻ ഇടും. അപ്പോഴെനിക്ക് മനസ്സിലായത് പല്ല് തേക്കുന്നതും അല്ല. ആൻഡ് നമ്മളിപ്പോ ഇരിക്കുന്ന കൗച്ചിന്റെ അവിടെ മൊത്തം എന്താ പറയാ ഹിഡൻ മൈക്സ് ഉണ്ട് എല്ലായിടത്തും. ഒരു നമ്മൾ എവറിത്തിങ് ഇസ് റെക്കോർഡഡ്, എവറിത്തിങ് ഇസ് ക്യാപ്ചേർഡ്. ഓൺലി കുളിക്കുന്നതും ടോയ്ലറ്റ് പോകുന്നതും മാത്രം. പക്ഷെ ടോയ്ലറ്റിലും മൈക്ക് ഉണ്ട്. പരിപ്പ് കഴിച്ചു മടുത്തു. ടോക്സിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് ജനങ്ങള് വലിയ എന്തോ രാജാവായിട്ട് വാഴ്ത്തിക്കുന്നു. ഇപ്പൊ ഇവിടെ ഷോന്റെ ഫോക്കസ് അനുസരിച്ച് ഐ തിങ്ക് മേ ബി ചിലപ്പം ജാസ്മിൻ വിന്നറായി മാറാം.